സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് പരസ്പര ജാമ്യത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ 50 രൂപ. അവ 2000 കിട്ടിയാലേ എന്നെ പഠിപ്പിക്കാൻ തന്നെ മൂപ്പര് കുറെ പൈസ ഉണ്ടാക്കി. വെറുതെ കുറിയും തൊട്ടിരിക്കേണ്ട ഒരു മാറിക്കൊറ അങ്ങോട്ട് കയറാ വയ്യ. അതേ ഒരു ചന്ദനത്തിരി തന്ന പോലെ. ആ അത് മതി. ഞാൻ ഈ മോന്റെയാണ് നേരത്തെ കത്തി. ആ നേരത്തെ ഓർമ്മ വരുള്ളൂ. നമ്മളെ ലത്തിക്കും ബീച്ചും ഹജ്ജിന് വന്നാണല്ലോ. ആ അതുകൊണ്ട് ലത്തിക്ക് കിട്ടി, ലത്തിക്കും ഭാര്യക്കും കിട്ടി. എനിക്ക് കിട്ടിയില്ലടോ പ്രാവശ്യം. കിട്ടിയില്ല. കായൊക്കെ റെഡിയാക്കി വെച്ചാ പറഞ്ഞത്. അതൊക്കെ ഒരു ഭാഗ്യാണ്. പടച്ചോന്റെ വീടില്ലാത്തവർക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. കോയക്ക എനിക്ക് ജോലി കിട്ടിയേട്ടാ. അതെ അൽഹംദുലില്ലാ പടച്ചോൻ കാത്ത്. എവിടെ? SWTDയിലാണ്, ജലഗതാഗത വകുപ്പില്ലേ. റാങ്ക് ലിസ്റ്റിലുണ്ടായില്ല. അതിപ്പോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു. 4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണം. അതെ രക്ഷപ്പെട്ടു പടച്ചോൻ കാത്ത്. അപ്പൊ ഇത്തവണ പോണില്ല അല്ലേ? ഒക്കെ റെഡി ആയതാണ്. പിന്നെ അവസാനം ഇപ്പൊ കിട്ടിയില്ല. ഞാനേ ഇപ്പൊ ഈ 3-4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണമല്ല. അപ്പൊ ഈ വെറുതെ നടന്നപ്പോ ഒരു ചെറിയ അല്ലറ ബാധ്യതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കണ ആകെ പ്രശ്നം. ശമ്പളം കിട്ടി അങ്ങനെ തരാ പറയണോ? പറഞ്ഞു. പക്ഷെ അത് കേൾക്കണ്ടേ. പക്ഷെ ഇതൊക്കെ കൊടുത്തൊന്ന് സമാധാനമൊക്കെ ഫ്രഷ് ആയിട്ട് പോയാലേ ഓരോരുത്ത് കടം കൂടി മതിയല്ല. അപ്പൊ അതിനൊരു 1 ലക്ഷം രൂപ ഞാനൊന്ന് ആരോടെങ്കിലും ഒന്ന് തിരിമറിക്കാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചോദിച്ചവരൊക്കെ മുടക്കാ പറയണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഒരു വണ്ടി ഒന്ന് മാറ്റണം. ഇച്ചിരി സെറ്റപ്പ് ആയിട്ടൊക്കെ വേണം ചെല്ലാനേ. അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ വില വെക്കൂല. അതൊക്കെ ശരിയാ. ഇപ്പൊ ഈ ഹജ്ജിന് ഇനി അടുത്ത കൊല്ലല്ലേ പോവുള്ളൂ. ഇനിയിപ്പൊ അടുത്ത കൊല്ലം പോണം കഴിയിലും. കിട്ടണം. പടച്ചോൻ കാത്തൊന്ന് കിട്ടിയാ മതി. അപ്പൊ അതിന് വെച്ചാണ് ഫണ്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു 5 മാസം കൊണ്ട് തിരിച്ചറിയ 20 രൂപ വെച്ച് തരാറുണ്ട് മാസം. പുറത്താരോട് ചോദിക്കണ്ടല്ലോ. അതിപ്പോ എന്നൊക്കെ എനിക്ക് തരാൻ പറ്റാ? എനിക്ക് നാളെ കിട്ടിയ നാളെ, ഇന്ന് കിട്ടിയ നാളെ. ഇപ്പൊ എന്നാ എനിക്ക് തിരിച്ചരാൻ പറ്റില്ല. നീയല്ലല്ലോ, ഞാനല്ലേ വാങ്ങണത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. നിന്റെ പോലെ വെറുതെ വീഡിയോറാത്ത് ചണക്ക് വെച്ചിരിക്കല്ല ഞാൻ. ഇതിപ്പോ 10-60,000 രൂപ വെച്ച് മാസം കിട്ടുമല്ലോ. അപ്പൊ അതിന്ന് ഒരു 20 രൂപ വെച്ച് 5 മാസം തന്നാ കടം തീർന്നില്ലേ? ഞാൻ ശമ്പളം കിട്ടുന്ന വഴി കോയക്കട വീടിന് മുമ്പിൽ വന്നത് തന്നിട്ടല്ലേ വീട്ടിലോട്ട് പോകും. ഞാൻ തരാം. എന്നാ ഇപ്പൊ ഞാൻ അതിനായിട്ട് വേറെ സൂറന്റെ കുട്ടിയല്ലേ. അതെ, എനിക്ക് പുറത്താരോടും തലമാന്തണ്ടല്ലോ. നല്ലൊരു കാര്യത്തിന് അച്ഛന്റെ സുഹൃത്തുല്ലേ. അതെ, എന്നാ ശരി. എന്നാ അങ്ങോട്ട് വന്നാ ഞാൻ വന്നേക്കാം. ഞാൻ തരണ്ട്. സ്വരൂപേ വേണ്ട കേട്ടാ, കോയക്ക തന്നോളൂ. മറ്റുള്ളവരോട് ചോദിക്കണ്ട. ഞാൻ തരാം. ഒരു വലിയ കാര്യം നടന്നു. നീ എന്താ ഇതിന്റെ ഇടയ്ക്ക് ഇളക്കണത്? നമ്മ കടം മേടിച്ചിട്ട് ആർക്കും തിരിച്ചു. നമ്മ കടം എന്ന് പറഞ്ഞാൽ അതെന്റെ അച്ഛന്റെ കൂട്ടുകാരൻ, എനിക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് പുള്ളി തരാന്ന് പറഞ്ഞത്. ദൂരം മക്കയിൽ പോകേണ്ട ആളാണ്. മക്കയിലൊക്കെ പോകും. ഞാൻ ആലോചിച്ച് നോക്കാണേ, ഓനക്ക് ജോലി കിട്ടിയ സമയത്ത് വാങ്ങിയ കായ. അത് കഴിഞ്ഞ ഓന്റെ കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ ഓന്റെ ഭാര്യ ഗർഭിണിയായി. ഇപ്പോഴും എന്റെ കഴിയിട്ടില്ല. അല്ല ഇനിയിപ്പോ കിട്ടിയിട്ടും കാര്യമില്ല. കായൊക്കെ കൊടുത്ത് ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞെന്റെ സുഹൃത. അടുത്ത കൊല്ലെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ? അവന് ലക്ഷ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണേ. വന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? ആരീൻ്റെ പൈസ കിട്ടിയിട്ട് ഹജ്ജിന് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ഒരുപാട് കടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താകണ്ട്, ഞാനിപ്പോൾ അത് വിട്ടു. ഈ സർക്കാർ ജോലി കിട്ടിയതപ്പോൾ പ്രശ്നമായി. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പിടുത്തം കഴിഞ്ഞിട്ട് തുച്ഛമായിട്ടുള്ള പൈസ കുടുംബത്തിൽ കിട്ടണല്ലേ. 10-12 EMI ഉണ്ട്. പിന്നെ ഒരാവശ്യമില്ലാണ്ട് കാർ എടുത്തിട്ട് അതിനൊരടവ്. കല്യാണം ആർഭാടായി നടത്തണമെന്നും പറഞ്ഞിട്ട് കല്യാണം നടത്താൻ ഒരു 10 ലക്ഷം. കല്യാണം കഴിച്ചിട്ട് അവളായിട്ട് വീട്ടിൽ വന്നപ്പോഴോ സൗകര്യം പോരാന്നും പറഞ്ഞിട്ട് അടുക്കള കുത്തി പൊളിച്ചിട്ട് ഒരു 6 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് വീണ്ടും ഒരു വീടിന്റെ പണി. എല്ലാ ആവശ്യമുണ്ടാ? അവരുണ്ട്. അല്ല ഓന്റെ കാറോ? കാറ് അടവ് തട്ടിയിട്ട് ഫൈനാൻസുകാർ പിടിച്ചോണ്ടായില്ലേ? അതുകൊണ്ടാ? അപ്പൊ അതറിഞ്ഞില്ലേ? ഇല്ല. എന്നാ ആശ്വാസമായി പോയത്.
കാര്യേ പോയ എന്നെ കാണാൻ വേണ്ടി വന്നതാ കാശിന്റെ. ചിന്റെ മോഹം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ പൊന്നാല പ്യാരി. ഹജ്ജിന് പോവാൻ കാശ് കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ അടുത്ത കൊല്ലേ പോവാൻ പറ്റും. ഒന്നും മനഃപൂർവ്വമല്ല പോയേക്കാം. സമയത്തൊന്നും പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ ഹജ്ജിന് പോണതിന് മുമ്പ് ഞാനിത് തീർത്ത് തന്നോളാം. ഇത് വാക്ക് മാറില്ല. മോള് ഡോക്ടറെ കണ്ട? കണ്ടു. എന്താ പറഞ്ഞ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാ പറഞ്ഞേ. അപ്പൊ കുറച്ച് പൈസ നമ്മള് നേരത്തെ കരുതി വെക്കേണ്ടി വരും. ആ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വലിയ വലിയ ഹോസ്പിറ്റലേ പറ്റൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാൻ പറഞ്ഞാൽ കേൾക്കണ്ട. ഇനിയിപ്പോ അതിന് കാശ് എവിടുന്ന് കരുത് കോയക്ക. ഇപ്പൊ അടുത്ത തവണ ഹജ്ജിന് പോകാൻ പറ്റിയേക്കണ കുറച്ച് ഫണ്ട് ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊരു 2 ലക്ഷം രൂപയും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്നിച്ച് തരാം അടുത്ത തവണ. പ്യാരേ, ഇപ്പൊ എന്നോട് ഈ ചോദിച്ച കാര്യം ഉണ്ടല്ലോ, ഇത് അന്ന് എന്നോട് കാശ് ചോദിക്കുമ്പോ ഞാൻ എന്നോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഹജ്ജിന് പോയിട്ട് എനിക്ക് കൈ തരാന്ന്. അത് ഞാൻ ചെയ്തില്ല. അതിന്റെ ഇടങ്ങറാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണത്. അതാരാ പ്യാരിയെ? അതാ മന്മഥൻ ഫൈനാൻസിന്റെ. മാറിക്കടാ, എനിക്ക് ഇവരെന്തിനും എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ തന്നെ. ആ മന്മഥ ഫൈനാൻസിലെ മൊയ്തുവാണ്. 3 ലക്ഷം ഉറുപ്പ്യാണ് ഈ ഞങ്ങളെ ഫൈനാൻസിൽ നിന്ന് പൈസ എടുത്ത്. ഇതുവരെ 5 പൈസ ഇവിടെ അടച്ചിട്ടില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് മോനെ അനക്ക് നമ്മള് പൈസ ഉണ്ട്. അത് മനസ്സിലാക്കണേ. ഇപ്പൊ പലിശ അടക്കം 4,30,000 ഉറുപ്പ്യ ഇവിടെ അടയ്ക്കാണ്ട്. മോളെ നീ അങ്ങോട്ട് ആരും അങ്ങോട്ട് പോണ്ട. എല്ലാരും കേക്കട്ടെ, ഓള് കേക്കട്ടെ. ഓളോന്റെ ഭാര്യയല്ലേ? അതിപ്പോ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് വന്നാണ് ഓള് കേക്കട്ടെ. നിങ്ങൾ ഓന്റെ അച്ഛനാണല്ലോ, നിങ്ങൾ കേട്ടോളി. ഓനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ 4,30,000 ഉറുപ്പ്യ നമ്മളെ കമ്പനിയെ കൊണ്ട് അടയ്ക്കാൻ പറയും. 3 ദിവസം വേണ്ട, കോയൊക്കെ 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്ന ഉടനെ ഞാൻ കൊണ്ടുവന്ന് അടക്കാം. സത്യം. എന്തായാലും വേണ്ടില്ല, നമുക്ക് പൈസ വേണ്ടത്. അത് എനിക്ക് അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ജീവനോടെ പോവാം. എടുക്കണം, വണ്ടി എടുക്കണം. നല്ല പ്യാരിയെ, ഞാൻ എപ്പോഴാണ് എനിക്ക് 2 ലക്ഷം ഉറുപ്പ്യ കടം തരാന്ന് പറഞ്ഞത്? തരാൻ വേണ്ടി പറഞ്ഞതല്ല കോയക്ക. അതൊക്കെ കണ്ണും മൂക്കൂലാത്ത സാധനങ്ങളാണ്. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. തരണ്ട എനിക്ക്. നയാ പൈസ ഇല്ലാണ്ട് നട്ടം തിരിയുമ്പോ 10 പൈസ കയ്യിൽ വന്ന ചില ആൾക്കാർക്ക് തുടങ്ങുന്ന ഒരു അസുഖമാണ് ധൂർത്ത്. പിന്നെ കിട്ടുന്നോർത്തുനിന്നൊക്കെ അങ്ങോട്ട് മേടിച്ച് വെക്കല. പലിശക്ക് എടുക്കല്, കടം വാങ്ങല്, വരവ് എന്താന്നറിയാത്ത ചെലവ്. ഈയൊക്കെ എന്നോട് വന്ന് കടം ചോദിക്കുമ്പോഴേ മാവുമെന്ന് പൊട്ടിച്ചിട്ട് തരുന്നതല്ല എൻ്റെ പ്യാരെ. ഞാൻ എൻ്റെ ജീവിതത്തിന് ഇക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് സൂക്ഷിച്ച് വെച്ച പൈസയാണ് അതൊക്കെ. അതൊക്കെയാണ് നിങ്ങളൊക്കെ കടം ചോദിക്കുമ്പോൾ തരുന്നത്. ഒരു സൂക്ഷ്മത അവനവൻ്റെ ജീവിതത്തിലൊക്കെ വേണ്ടടോ. ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാണ്ട് അങ്ങോട്ട് ജീവിക്കല. എന്നെ പോലുള്ളവർക്കൊന്നും തൊഴിലും പണി ഇല്ലാതിരിക്കണല്ലേ. അത്ര ഇറങ്ങാനുണ്ടാവില്ല. എന്നാ ഞാനങ്ങനെ ഇറങ്ങിയ സുഖാ. ഹജ്ജിന് പോവാനുള്ള പൂജക്കൊക്കെ തീർന്നു. അല്ലാഹ് തവക്കലത്തു അലല്ലാഹ്. അതെ, എന്തുട്ടാണ് തീരുമാനിച്ചേക്കണേ? ഇതിപ്പോ ആരുടെന്നൊക്കെ എന്തുട്ടൊക്കെ പൈസ മേടിച്ചണേ? ഇനിയിപ്പൊ ഇതും കൂടെ കുറെ ചെലവ് വരൂട്ടാ. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അമ്മയുടെ കയ്യിലൊന്നുമില്ല. അമ്മാവ, ആധാരം ഇരിപ്പുണ്ടാവും ഒന്ന് തിരിക്കാൻ?
ബോണസ് കിട്ടുമ്പോൾ അവിടെ മറിക്കാം. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.